സ്വാഗതം ആശംസിച്ച സുനിതകുമാരി, തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറി, ഇവിടെ എത്തിച്ചേർന്ന പയ്യന്നൂർ തളിപ്പറമ്പ് താലൂക്കിലെ ഭാരവാഹികളെ, ഇവിടെ ചേരാൻ എത്തിയിട്ടുള്ള സംസ്ഥാന ജില്ലാ കമ്മിറ്റി മെമ്പറായ കെ വി കൃഷ്ണൻ, കെ പി രാമനാഥൻ എന്നിവരെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ആന്തൂർ മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് പി സതീദേവിയാണ്. ആ സതീദേവി എന്നവർക്ക് സ്ട്രോക്ക് കാരണം ബുദ്ധിമുട്ടായി ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്ന അവസ്ഥയിലാണ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ നിർബന്ധിതമായത്. എന്തായാലും ഒരു രാജ്യത്തിൽ സ്വാതന്ത്ര്യ ദിനം അവിടെയുള്ള ഏറ്റവും ദുർബലരായ ആളുകൾ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു മാനം വേറെയാണ്. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക പറയുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ജനതയാണ് നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് അക്ഷരാർത്ഥത്തിലാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തും പോകാം, പല കാര്യങ്ങളും ചെയ്യാം, നമ്മൾ ആശയങ്ങൾ പ്രകടിപ്പിക്കാം. പക്ഷെ ഇതൊന്നും കാഴ്ചയില്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. എന്നിട്ടും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മേഖലയിലുള്ള ആ ഒരു മാറ്റം ആണ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ഏറ്റവും പരമപ്രധാനമാകുന്നത് എന്ന് നോക്കിയാൽ, എവിടെയോ ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ, ഒരു അടിമത്വം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാത്ത സമയത്ത് ഒരു വെൽഫെയർ പരിപാടി ഉണ്ടാവില്ല, ഒരു രാജ്യത്തും ഉണ്ടാവില്ല. നമുക്കറിയാം, ഗാസയില് നിങ്ങൾ അറിയാം, വിശപ്പ് കൊണ്ട് പട്ടിണി കൊണ്ട് ആള് മരിച്ചു പോകുന്നുണ്ട്. അവിടെ അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലത്ത് വെൽഫെയർ പരിപാടി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ വെൽഫെയർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടില് ഒരുപാട് നിയമങ്ങൾ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അതുവരെ നമ്മളുടെ എല്ലാം അവസ്ഥ കൈനീട്ടുക മാത്രമാണ്. ഒരു തൊഴിലും ലഭിക്കുകയില്ല, ഒരു വരുമാനവും ലഭിക്കുകയില്ല. രാജ്യത്തിൽ തന്നെ പട്ടിണി മരണങ്ങൾ, ബംഗാൾ, കൽക്കത്തയിലെല്ലാം പട്ടിണി മരണങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അപ്പൊ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു രാജ്യം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആദ്യം അവിടുത്തെ വികലാംഗർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക, പിന്നീട് അവിടുത്തെ കുട്ടികൾക്കാണ് ഉണ്ടാവുക, പിന്നെ സ്ത്രീകൾക്കാണ് ഉണ്ടാവുക, പിന്നെയാണ് മറ്റുള്ളവർക്കെല്ലാം അതിനെ ബാധിക്കുക. അപ്പോ ഈ സ്വാതന്ത്ര്യം കിടാതെ രക്ഷിക്കാൻ നമ്മളും നമ്മളുടേതായ പങ്ക് വഹിക്കണമെന്നാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. രണ്ടാമത്തെ വിഷയം, ഇന്ന് ആഗോളത്തില് എപ്പോഴും സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ ഒരു നൂൽപ്പാൽ പോലെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ നിരുത്തരവാദപരമായ ലോക നേതാക്കള് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി, ചില ഇസങ്ങൾക്ക് വേണ്ടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഇറാനിലായാലും ഗാസയിലായാലും ഉക്രൈനിലായാലും റഷ്യയിലായാലും ഒക്കെ സംഭവിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ മേലെ യുദ്ധം ഉണ്ടാവുകയും, യുദ്ധത്തോടുകൂടി പണ്ടൊക്കെ ഒരു നാട്ടിലൊരു യുദ്ധം ഉണ്ടായാൽ അവിടെയുള്ളവർ മാത്രമാണ് അതിന്റെ ഗതി അനുഭവിക്കുക. ഇന്ന് എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടെങ്കിൽ അതിന്റെ ഗതി നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താണ്? നമുക്ക് സ്വർണത്തിന്റെ വില നിങ്ങൾക്കെല്ലാം അറിയാം, 75,000 കടന്നു. അത് തന്നാലെ ഉണ്ടാവുന്നതല്ല, ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ സ്വർണത്തിന് വില കൂടിയാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. സ്വർണം അതിന്റെ ഒരു പുരകല്ല് മാത്രമാണ്. അപ്പൊ അതിനെ ചുവട് പിടിച്ച് നമ്മൾ പെട്രോളിന്റെ വില വർദ്ധിക്കും. പെട്രോളിന്റെ വില വർദ്ധിച്ചാൽ നമ്മുടെ നിത്യോപയോഗ വസ്തുക്കളെല്ലാം ബാധിക്കും. അതിനൊക്കെ ബാധിക്കുന്നത് ആത്യന്തികമായി നമ്മളെ ആയിരിക്കും. കാരണം 1600 നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് കിട്ടുന്ന പെൻഷൻ. അത് DA അനുസരിച്ച് കൂട്ടുകയോ കുറയുകയോ ചെയ്യില്ല. നമുക്ക് ഇപ്പൊ വെളിച്ചെണ്ണയുടെ വില അറിയാം, 500 കടന്നു. 500 കടന്നാലും നമ്മളെ പെൻഷന്റെ നിന്നായിരിക്കണം നമ്മൾ ഈ പൈസ കൊടുത്ത് മേടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം കൂടാതിരിക്കുകയും ചെലവ് കൂടുമ്പോഴും അത് ആത്യന്തികമായി നമ്മളെ തന്നെയാണ് ഈ അനുഭവിക്കുക. അപ്പൊ അത് മറികടക്കണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മ വേണം, നല്ല രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് വേണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളോട് നമ്മളും സമരസപ്പെടണം. ഇതെല്ലാം നമ്മുടെ തലവിധിയാണ് എന്ന രീതിയിൽ നമ്മൾ നോക്കിക്കണ്ടാൽ നമുക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നേരെ മറിച്ച് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ദോഷം നമുക്കുണ്ടായത് എന്ന തിരിച്ചറിവുണ്ടായാൽ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ നമുക്കും മാറ്റം ഉണ്ടാവും.
അത് സംസ്ഥാന ഭരണത്തിലായാലും കേന്ദ്ര ഭരണത്തിലായാലും ഒക്കെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ നമ്മളും ഒരു വോട്ട് ബാങ്കായി മാറണം. അതിന് വേണ്ടുന്നത് എന്താണ്? നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ കാതും കണ്ണും തുറന്നു വെച്ച്, നമ്മൾ കണ്ണു തുറന്നു നോക്കാൻ ഉൾക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അത് മറ്റുള്ളവർ പറയുമ്പോൾ ഒരു അലോസരായിട്ട് തോന്നും. നമുക്ക് ഉൾക്കാഴ്ച വേണം. ഉൾക്കാഴ്ച ഇല്ലെങ്കിൽ എല്ലാം ആര് വന്നാലും ഒരുപോലെയാണ്, എന്ത് നടന്നാലും നമുക്കൊന്നുമില്ല, നമുക്ക് എപ്പോൾ പ്രയാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കാൻ കഴിയില്ല. അപ്പൊ ചുറ്റും നമുക്ക് ആരാണ് സഹായിക്കുന്നത്? ഒരാൾക്കും പല വീക്ഷണം ഉണ്ടാവും. ആരാണ് നമ്മളെ സഹായിക്കുന്നത്? അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ, അവരെ നമുക്ക് പ്രാപ്യമാക്കുവാൻ നമ്മളാ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ചെയ്താൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പ് ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഒരു സമത്വ സുന്ദര ലോകം, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പല വീക്ഷണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യം രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാകുന്ന പഴശ്ശി പോലുള്ള, വേലുത്തമ്പി പോലുള്ള, അല്ലെങ്കിൽ കട്ടബൊമ്മൻ പോലുള്ള ഒരുപാട് പ്രാദേശിക നേതാക്കള്, രാജാക്കന്മാർ, അല്ലെ ഭൂവുടമകള് ഒക്കെ ആദ്യം സമരം ചെയ്തത് അവരുടെ ജോലി, അവരുടെ ഭരണം, അവരുടെ പദവി നഷ്ടപ്പെടുമ്പോഴാണ് അവർ പ്രതികരിച്ചത്. അത് സ്വാതന്ത്ര്യ സമരമായിട്ട് നമുക്ക് പൂർണ്ണമായും കാണാൻ പറ്റുന്നില്ലെങ്കിലും അതൊരു ചെറുത്തുനിൽപ്പ് എന്ന നിലയിൽ നമുക്ക് അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് കാണാൻ പറ്റും. പിന്നീട് വന്നത് ഒരു ഞായറാഴ്ച സമരം. ഞായറാഴ്ച സമരം എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ വക്കീലന്മാരാണ് വിദേശ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ച് വിദ്യാഭ്യാസം നേടി അവര് വക്കീലന്മാരിലായിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുക. അപ്പൊ അവർക്ക് ഞായറാഴ്ച സമരം എന്നായി പറയാം. എന്താ കാരണം? ബാക്കിയുള്ള എല്ലാ ദിവസവും അവർക്ക് കോടതിയിൽ പോകണം, കോടതിയിൽ വാദിക്കണം. പിന്നെ ബാക്കിയില്ലാത്ത ഒരു ഞായറാഴ്ചയാണ് അവരുടെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ടാണ് ആദ്യകാലത്ത് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. അപ്പൊ അത് അത്ര വിജയപ്രദമാവുന്നില്ല. അതിന്റെ പിന്നീട് വന്നതാണ് ബംഗാളിലും മറ്റും മഹാരാഷ്ട്രയിലും തെലങ്കനും ഗോഖലെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന കുറച്ചും കൂടി ശക്തമായ ഒരു സമരം. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മഹാത്മാഗാന്ധി ഈ മേഖലയിൽ വരുന്നത്. 1920 സ്വാതന്ത്ര്യ സമരം അതിശക്തമായിട്ട് മാറും. ഗാന്ധിജി എങ്ങനെയാണ് ശക്തമാക്കിയത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് ഹരിജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, ന്യൂനപക്ഷങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറയുന്നത് പാതിരാത്രിക്ക് പോലും സ്ത്രീകൾക്ക് നിർഭയമായി നടക്കാൻ സാധിക്കുന്ന ഒരു ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. അതിന്നും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെയുള്ള മഹത്തായ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ സമരം ഉണ്ടായിട്ടുള്ളത്. അതിനെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുക. നമ്മൾ ഏത് ഭാഗത്തിലും ഏത് പ്രശ്നത്തിലും നമ്മൾ പങ്കാളിയാവണമെങ്കിൽ അവിടെയുള്ള ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആൾ കൂടി ആ സമരത്തിൽ ഉണ്ടായാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരെയും കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സമരം ഉണ്ടോ? അത് ആലോചിച്ചു ഗാന്ധിജി. അപ്പൊ അതിനു മുമ്പായിട്ടാണ് ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളോ ഹരിജനങ്ങളെ ആയാലും സ്ത്രീകളെ ആയാലും ഒക്കെ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടുവന്നത്, പിടിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് എന്താണ് വന്നത്? ഈ സമരത്തിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങള്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങള്, അതൊക്കെ ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരം, ഭൂസമരം, പിന്നെ മൊറാഴ, മട്ടന്നൂർ, അല്ലെ നിലങ്കേരി പോലുള്ള സ്ഥലത്ത്, തെലങ്കാന അല്ലെ കൊൽക്കത്ത അങ്ങനെയുള്ള സ്ഥലത്ത് ശക്തമായ രൂക്ഷമായ സമരം ഉണ്ടാകും. പിന്നെ പട്ടാളക്കാർ കൂടി ഏറ്റെടുത്ത് നാവിക കലാപം 1946. അപ്പൊ പല ശ്രേണികൾ, അതും കൂടാതെ നമ്മൾ വിസ്മരിക്കപ്പെടുന്ന ഒന്ന്, ഇങ്ങനെ എങ്ങനെയായാലും നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നേടണം എന്നുള്ള അഭിവാഞ്ച ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ബഹുമാന്യനായ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയുധം ഏന്തിയിട്ടാണ് സമരം ഉണ്ടായത്. INA നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിലുള്ള സമരം ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. ഭഗത് സിംഗ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചാൽ 22-23 വയസ്സുള്ള ഭഗത് സിംഗ് ആണ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ദിശാബോധം ഉണ്ടാക്കാൻ വേണ്ടി, എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ആത്മഭൂതി ചെയ്തതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷപ്പെടാം, എന്തായാലും ഈ രാജ്യം രക്ഷപ്പെടട്ടെ എന്ന രീതിയിൽ ആ ചോരത്തളപ്പിന്റെ മുന്നിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ വിവിധ തരത്തിലുള്ള നാനാതരത്തിലുള്ള ആളുകളുടെ ഒരു സംഗമമായിട്ടാണ് എന്തുണ്ട് നമ്മുടെ
നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. അതോടൊപ്പം നമ്മുടെ ശക്തമായ സമരവും ആഗോള സമ്പദ് വ്യവസ്ഥയും നമ്മുടെ ഇതിലേക്ക് ബാധിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ബ്രിട്ടൻ അക്ഷരാർത്ഥത്തിൽ തളർത്തും. ഇനി നമ്മളെ അടിച്ചമർത്താൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ നമ്മുടെ ശക്തമായ സമരവും വന്നപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ ആ സ്വാതന്ത്ര്യം നമ്മൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കാത്തിരിക്കേണ്ടത് നമ്മുടെ വർത്തമാനത്തിൽ മാത്രമല്ല, ഏറ്റവും അതിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് സർവാത്മന സഹകരിക്കുകയും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നും മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.